ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സൂപ്പർ ഈവനിങ് സ്നാക്സ് ആണ് ഞാൻ തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടമാവുന്ന ബ്രെഡ് ബോൾസ് വളരെ ഈസിയായി നമുക്കുണ്ടാക്കാം. ആർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിയും സ്പൈസിയുമായ ഈ ബ്രെഡ് ബോൾസിൻ്റെ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 4 സ്ലൈസ് ബ്രെഡ് എടുത്തു. കുറച്ച് വെള്ളത്തിൽ ബ്രെഡ് ഓരോന്നായി കുതിർത്തതിന് ശേഷം നന്നായി പിഴിഞ്ഞെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ സമയം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനി കുതിർത്തെടുത്ത ബ്രെഡ് ഇതുപോലെ സ്മാഷ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആവശ്യം ഉരുളൻകിഴങ്ങാണ്. ഞാൻ 2 ഉരുളൻകിഴങ്ങ് നന്നായി വേവിച്ച് തൊലി കളഞ്ഞെടുത്തു. ഇനി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത് ബ്രെഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സവാള ചെറുതായി കട്ട് ചെയ്തത്, 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായി കട്ട് ചെയ്തത്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് ഇതുപോലെ നന്നായി മിക്സായി കിട്ടും. ഇനി ഇതിൽ നിന്നും കുറേശ്ശെയായി എടുത്ത് ഓരോ ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. ഞാൻ ഇതിൽ നിന്നും 15 ബോളുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബ്രെഡ് പൊടിയിൽ ഓരോ ബോളും പൊതിഞ്ഞെടുത്ത് നന്നായി തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ 5 ബോൾസാണ് ഇട്ടത്. ഒരു സൈഡ് നന്നായി ഫ്രൈ ആവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. വേവിച്ചെടുത്ത ഉരുളൻകിഴങ്ങ് ആയതുകൊണ്ട് ഒരുപാട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. 2 സൈഡ് നന്നായി ഫ്രൈ ആയി ഒരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ എണ്ണയിൽ നിന്നും കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളവയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പുറം നല്ല ക്രിസ്പിയും അകം സോഫ്റ്റുമായിട്ടുള്ള ബ്രെഡ് ബോൾസ് എല്ലാം നല്ല പെർഫെക്റ്റായി റെഡിയായി വന്നിട്ടുണ്ട്. സ്കൂൾ വിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ സ്നാക്സ് ആണിത്. നിങ്ങളിത് ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണേ. പുതിയ ഈസി റെസിപ്പിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.